ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഐസ്ക്രീം ഫ്രൂട്ട് സലാഡാണ്. അപ്പോൾ അതിലേക്കായിട്ട് ഞാനിതാ ബ്ലാക്ക് മുന്തിരി എടുത്തിട്ടുണ്ട്. അത് ചെറുതായി കട്ട് ചെയ്യുക. പിന്നെ എടുത്തത് ഒരു ആപ്പിളാണ്. അത് നമുക്ക് തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇത് മാത്രം കളഞ്ഞ് നമുക്ക് ചെറുതായിട്ട് ഇതും കട്ട് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണോ ഫ്രൂട്ട്സ് ഉള്ളത് അതൊക്കെ നമുക്ക് ഈ ഫ്രൂട്ട് സലാഡിലേക്ക് ഇടാം. അങ്ങനെ ഞാൻ ഒരാപ്പിളും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് ഒരനാറാണ്. അതും കൂടി ഞാൻ പൊട്ടിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു റോബസ്റ്റ പഴം അതും തൊലി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തത് കുറച്ച് സ്ട്രോബെറിയാണ്. ഈ നോമ്പായത് കൊണ്ട് തന്നെ ഫ്രൂട്ട്സിനൊക്കെ ഭയങ്കര റേറ്റാണ്. പിന്നെ വാങ്ങുന്ന ടൈമിന് തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം വാങ്ങാൻ നോക്കുക. അപ്പോൾ ഫ്രൂട്ട്സ് ഇത്രയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇത് ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മുടെ ഫാമിലി പാക്ക് ഒരു ഐസ്ക്രീം അത് എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഈ നോമ്പെല്ലാം മുറിച്ച് ഇങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫ്രീ ആയ സമയത്തൊക്കെ തിന്നാൻ നല്ല ഒരു രസമാണ്. ഞാൻ കുറച്ച് ഇതിലേക്ക് നമ്മുടെ കസ്കസും കൂടി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് സമയം വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിതാ ഇതിലേക്ക് ഐസ്ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ നോമ്പിൽ നമുക്ക് ഭയങ്കര ത്രില്ലാണ്. നോമ്പ് മുറിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ. ഇത് കസ്റ്റഡ് ഇതൊക്കെ നോമ്പ് കാലത്തൊരു വെറൈറ്റിയാണ്. ആക്കാനും നമുക്ക് നല്ല ത്രില്ലായിരിക്കും. അതുപോലെ തന്നെ കഴിക്കാൻ ഒരുപാടാവും പറ്റില്ലെങ്കിലും നമുക്കിതൊക്കെ ഇപ്പോൾ ഈ ഒന്നാമത് ചൂടും കൂടി ആയതുകൊണ്ട് നമുക്ക് മാക്സിമം നമ്മൾ എണ്ണക്കടികൾ ഒഴിവാക്കി ഇതുപോലത്തെ ഫ്രൂട്ട് സലാഡും ഫ്രൂട്ട്സൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അങ്ങനെ ഞാൻ ആവശ്യത്തിനുള്ള ഐസ്ക്രീം ഇട്ടിട്ട് ഈ ഫ്രൂട്ട്സ് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ ബൗളിലേക്കായിട്ട് മാറ്റുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. എപ്പം പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും ഒരു പുതിയ ഡിഷുമായി നമുക്ക് കാണാം. ടാറ്റാ.